ഗുഡ് ഈവനിങ്. പേര് സൂചിപ്പിച്ചു നൗഷാദ് എന്നാണ്. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്ത് നിന്ന് വരുന്നു. ബേസിക്കലി ഒരു റേഡിയേഷൻ ടെക്നോളജിസ്റ്റ് ആയിരുന്നു. എന്നെ ഈ ഓപ്പർച്യൂണിറ്റിയിലോട്ട് കൊണ്ടുവന്നത് എന്റെ ബഹുമാനപ്പെട്ട ഇന്ന് കമ്പനിയുടെ തന്നെ നാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ട് നിൽക്കുന്ന അഡ്വക്കേറ്റ് രാജീവ് സാർ കൃത്യമായ നന്ദി അറിയിക്കുന്നു. ഇത് അറിഞ്ഞ് മനസ്സിലാക്കി കടന്നു വന്ന വ്യക്തിയൊന്നുമല്ല. കിട്ടുന്ന ജോലിയിലൂടെ കിട്ടുന്ന വരുമാനം തികയാതെ വന്നപ്പോൾ കാശ് കടം വാങ്ങിക്കാൻ പോയതാണ്. ഇവിടെ കടം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടോ? ചില ആൾക്കാർ കടന്നു മേടിക്കില്ല എന്ന് വാശി പിടിക്കുന്നവരല്ലേ. ഞാൻ കടം വാങ്ങിക്കാൻ പോയപ്പോ എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് കടം തരും, എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കടം വാങ്ങിച്ച് നടന്നിട്ട് കാര്യമില്ല, വരുമാനം കൂട്ടണം. വരുമാനം കൂട്ടാൻ എന്ത് വഴി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മൈലേജ് എന്ന ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നു. ഓപ്പർച്യൂണിറ്റി ഇന്ന് ഇവിടെ നിങ്ങൾ കേട്ട പോലെ ഒന്നും കേട്ടില്ല. കുറച്ച് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു ആഴ്ചയിൽ 2000 രൂപ കിട്ടും. എന്നെ സംബന്ധിച്ച് മാസത്തിൽ 4 ആഴ്ച 8000 രൂപ കിട്ടുകയാണെങ്കിൽ എന്റെ ഒരു കുറി അടയ്ക്കാനും പറ്റും, എന്റെ ബൈക്കിന്റെ ലോൺ അടയ്ക്കാനും പറ്റും. ഇതിനു വേണ്ടി കടത്തിന് പോയിരുന്നത്. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എന്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു. അദ്ദേഹം പറഞ്ഞത് കേട്ട് പലതരത്തിലുള്ള പല കളറിലുള്ള പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തു. ഒരിക്കലും സ്വന്തം കയ്യിലെ കാശ് കൊണ്ടല്ല പർച്ചേസ് ചെയ്തത്. എന്റെ സുഹൃത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ 1000-2000 കടം വാങ്ങിച്ചിട്ടാണ് ഈ പണി ആദ്യം തുടങ്ങിയത്. തുടങ്ങിയ സമയത്ത് കൈയടിക്കാൻ ഈ കളിയാക്കാൻ വേണ്ടി അടിക്കുന്നത് മര്യാദ സാധാരണ. മലപ്പുറം ജില്ലയിൽ ഞാൻ ആദ്യമായിട്ട് വരും, ഇപ്പോഴല്ല, ഒരു 5 വർഷം മുന്നേക്കെ മലപ്പുറത്ത് ബിസിനസ്സുമായിട്ട് പോകുന്ന സമയത്ത് പലരും പറയാറുണ്ട് മലപ്പുറത്ത് ബിസിനസ് നടക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഈ ഹോളിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നു മലപ്പുറം പവറാണ്. പവറുള്ള സ്ഥലത്ത് പവർ കിട്ടിയാൽ തിരിച്ച് പവർ വരുള്ളൂ. പവർ തരില്ലേ? അപ്പൊ എന്റെ പവർ തിരിച്ചു വരും. അപ്പൊ എന്റെ സുഹൃത്തുക്കള് എന്റെ അടുത്ത് കാശ് കടം വാങ്ങിച്ച് പ്രോഡക്റ്റ് എടുത്ത് ഈ ബിസിനസ്സിലെ എന്റെ പ്രോഡക്റ്റുമായിട്ട് എന്റെ വീട്ടിലോട്ട് കടന്നു വരുന്ന സമയത്ത് എനിക്ക് ബൈക്കുണ്ട്. ബൈക്കിന്റെ മുകളില് ഈ പ്രോഡക്റ്റ് കെട്ടിവെച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഒറ്റ ചിന്തയെ എനിക്കുള്ളൂ, ഈ പ്രോഡക്റ്റ് എങ്ങനെയും വിറ്റിട്ട് മേടിച്ച കടം വീട്ടണം. ഈ മോഹൻലാലെ നാടോടിക്കാറ്റ് സിനിമയിൽ പശുവിനായിട്ട് പോണ പോലെ പശുവിന്റെ പാല് വിറ്റിട്ട് വേണം അടുത്ത പശുവിനെ മേടിക്കണം. അതേപോലെ ഈ സാധനം വിറ്റിട്ട് വേണം മേടിച്ച കടം വീട്ടാൻ. വീട്ടിലെത്തിയിട്ട് ഭാര്യയോട് പറഞ്ഞു, ഒരു അടിപൊളി ബിസിനസ് ആണ് മോളെ, ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഭാര്യ എന്റെ പുറത്തേക്ക് നോക്കും, പെട്ടിയുടെ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, രാവിലെ 7 മണിക്ക് ജോലിക്ക് പോകും, വൈകിട്ട് 7:30 വരും, പിന്നെ ലിക്കൊക്കെ സമയം പകുതി ഗ്യാസ്. രണ്ടാമതായി പ്രോഡക്റ്റ് ഒക്കെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ആയുർവേദ പ്രോഡക്റ്റ് നിങ്ങൾ പറഞ്ഞ ആര് മേടിക്കാനാണ്? അതായത് കച്ചവടം ചെയ്തിട്ട് പാരമ്പര്യമില്ല, എക്സ്പീരിയൻസ് ഇല്ല. ഒരു ജോലിക്കാരനെ സംബന്ധിച്ച് അങ്ങനെ വലിയ അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല, എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ എന്റെ വൈഫിനോട് പറഞ്ഞപ്പോൾ ഞാൻ തീരുമാനമാക്കി ഈ പണീനെ കൊണ്ട് കുട്ടിയെ കൂടുതൽ. വക്കീലിനെ വിളിച്ച് പറഞ്ഞു, സാറേ ഈ പ്രോഡക്റ്റ് ഒന്നും നമ്മളെ കൊണ്ട് വിൽക്കാൻ പറ്റില്ല, ഇതെങ്ങനെയെങ്കിലും വിറ്റിട്ട് എന്റെ കാശിക്ക് തിരിച്ചു തരണം. അപ്പൊ ആള് പറഞ്ഞു, പേടിക്കണ്ട, നിന്റെ വീട്ടിലൊരു ജീവിതശൈലി രോഗത്തിന്റെ ക്ലാസ് വെച്ചാൽ മതി. ഞാൻ എന്റെ വീട്ടിലോട്ട് ആൾക്കാരെ വീട്ടിൽ ഭയങ്കര മടിയാണ്. കാരണം എന്റെ വീടിന്റെ ഭംഗി അത്ര വലുതാ. 10 കസാര മതിയെ, 10 വേണ്ട, 5 കസാര ഇടാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് വിളിക്കാൻ മടിച്ചിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ ബോക്സിന്റെ മുകളിലേക്ക് നോക്കുമ്പോ ഞാൻ കടം മേടിച്ച ആൾക്കാരെ തല കാണാനുണ്ട്. ഇവന് നാളെ കാശ് തിരിച്ചു ചോദിച്ചു വന്ന് അതിനേക്കാൾ നാളുകളല്ലേ. അങ്ങനെ മനസ്സിലെ മനസ്സോടെ 5-8 സുഹൃത്തുക്കളെ വിളിച്ചു. ഇദ്ദേഹം വന്ന് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു കൊടുത്തു. ഷുഗർ വരാതിരിക്കാൻ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കണം, പല്ലിൽ പൊളിപ്പ് മാറ്റാൻ ഹെർബൽ പേസ്റ്റ് വെച്ച് പല്ല് തേക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആള് പോയി. വന്നോരും പോയി, സങ്കടം പോയി. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വന്ന ആൾക്കാരൊന്നും കാശായിട്ടല്ല വന്നത്. രാത്രിയാകുമ്പോൾ ഓരോരുത്തരും വന്ന് അവർക്ക് പല്ല് പൊളിപ്പിനുള്ള പേസ്റ്റും താരനുള്ള ഷാമ്പും ഹെയർ ഓയിലൊക്കെ എന്റെ കയ്യിൽ വാങ്ങിച്ചു. 1 രൂപയുടെ പ്രോഡക്റ്റ് പോലും വിറ്റ് പറ്റില്ലാത്ത ഞാനന്ന് വാങ്ങിച്ച 10,000 രൂപയുടെ പ്രോഡക്റ്റ് 15,000 രൂപയ്ക്ക് 3 ദിവസം കൊണ്ട് വിറ്റു. സ്വാഭാവികമായിട്ടും വിൽക്കാൻ ലാഭം കിട്ടും അല്ലേ? ലാഭം കിട്ടിയാൽ നിങ്ങളൊക്കെ എന്താ ചെയ്യാം? അല്പത്തൊന്നും ചെയ്യില്ല, തിരിച്ചു വാങ്ങും. പക്ഷെ ഞാൻ പണി നിർത്തി. കാരണം സ്വയം നന്നാവുമ്പോൾ പാട്ട് നിർത്തുന്നതാണ് പറയാറ്. അതുകൊണ്ട് ലാഭത്തിൽ തന്നെ പണി നിർത്താനുള്ള കാരണം എന്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ്. ഇവരെനിക്ക് വന്നൊരു ക്ലാസ് എടുത്തു തന്നു. അതിനെപ്പറ്റി പണിയത് നിങ്ങൾ ജോലിക്കാരനല്ലേ, എണ്ണ സോപ്പ് വിൽക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ നടക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചപ്പോ പിന്നെ അതിനേക്കാൾ ഒരു പറഞ്ഞ വാക്കുണ്ട്, നീ ചെറുപ്രായമില്ല ചിക്കത്തരുണ്ടാക്കണം. ഇത് ചീത്തക്കാരുടെ ബിസിനസ് ആണെന്നും നല്ല ബിസിനസ് ആണെന്നും എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അറിയാത്തത് കൊണ്ട് നമ്മൾ അങ്ങ് ഒടുങ്ങി. നിർത്തിപ്പിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇഷ്ടം മാതിരി എണ്ണോ സൂക്ഷിച്ചോളാം. പക്ഷെ തൊഴിലിപ്പിക്കാൻ നന്നായിരിക്കാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ
നിർത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പേസ്റ്റ് മേടിച്ചു, പിന്നെ പല്ലേക്കണമെങ്കിൽ ഈ പേസ്റ്റ് തന്നെ വേണം, ഷാമ്പു മേടിച്ചു ഈ ഷാമ്പു വേണം. ഇത് എവിടെ വരും? നമ്മുടെ അടുത്ത് വരും. അങ്ങനെ വന്ന് ചോദിച്ചോളൂ, ഞാൻ പ്രോഡക്റ്റ് നല്ലതാണ്, ഇത് എവിടെ നിന്ന് കിട്ടും? ഞാൻ കൊടുക്കാൻ ആഗ്രഹം പക്ഷെ എന്റെ കയ്യിലില്ല. അന്ന് പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ എറണാകുളത്ത് മരടി പോയാലേ സാധനം കിട്ടുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ അടുത്ത് മഞ്ചേരിയിലുണ്ട്, അപ്പുറത്ത് കോട്ടക്കലുണ്ട്, തൊട്ടപ്പുറത്ത് എടപ്പാളുണ്ട്, ഒക്കെ ഓഫീസ് ഔട്ട്ലെറ്റ് ഉണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ കൊച്ചിയിൽ പോകണം. ഞാൻ വക്കീലിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ കാറിൽ കയറി കൊച്ചിയിലെത്തി. കൊച്ചിയിൽ മരട് സ്ഥലത്താണ് ഓഫീസ്. എന്നെ വൈകിട്ടിൽ എത്തിയപ്പോ പറഞ്ഞു, ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് പോവാം. രാവിലെ 9:30 മണി സമയമാണ്. ഹോട്ടലിൽ നമ്മൾ എന്താ സ്വാഭാവികമായിട്ട് കയറാം? തിന്നാൻ വേണ്ടിയിട്ടാ അല്ലെ? എന്നെ പെടുത്താണ്, എന്നെ കൊണ്ടേ പെടുത്തിയതാ. ഹോട്ടലിൽ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത് എന്റെ 3-ാം നിലയിൽ ഇതുപോലെ 19 പേര് ഇരിക്കുന്ന ഒരു ഹോളുണ്ട്, അതിൽ മീറ്റിംഗ് നടക്കുന്നത്. ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇരുത്തി. ഇത് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി പോകാൻ പറ്റും, അത് ബാക്കിൽ കൂടെ ഇറങ്ങണ ഹോളാ. ഫ്രണ്ടിൽ ഇരുത്തി തിരിച്ചു പോയില്ലല്ലോ. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോ അനീഷ് ബാബു എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ 2014 മൈലേഴ്സിൽ വന്നതാ, ഈ കമ്പനി കൂടെ എനിക്ക് ആഴ്ച 2,14,000 വരുമാനം. അപ്പോഴാണ് ഞാൻ 2,14,000 കഥയാണ്. ഇത് കേട്ടപ്പോ തന്നെ എനിക്ക് പറയാൻ കൂടി. ഞാൻ എന്റെ വക്കീല്, എന്റെ അപ്പലേക്കൊരു വക്കീൽ, അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് പോവാനും നമ്മളെ കൊണ്ട് കൂട്ടിയേ കൂടില്ല. കാരണം 30 ദിവസം പണിയെടുത്തിട്ട് 15,000 രൂപ ശമ്പളം കിട്ടുന്ന ആളുടെ ആഴ്ച 2 പറഞ്ഞാൽ ആർക്ക് ദഹിക്കാനും നമുക്ക് ദഹിക്കൂല. കാരണം എത്രയേ ഉള്ളൂ, ഒരു കൊല്ലം പണിയെടുത്താൽ പോലും 1,50,000 എനിക്ക് ജോലി കൂടെ കിട്ടുള്ളൂ. പിന്നെ 2,00,000 ആഴ്ചക്ക് പറഞ്ഞാൽ ദഹിക്കാത്തതുകൊണ്ട് സത്യമായിട്ടും. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം കുറച്ചതിനോട് ഇരിക്കുക. അങ്ങനെ ഉച്ച സമയമായി, ഉച്ച വരെ പിടിച്ചിരുത്തി തന്നെ. നിങ്ങളെ പലരും ചിലർക്ക് ഇരുത്തിണ്ടാവുന്നത് അല്ലെ? ആ ഉച്ച വരെ പിടിച്ചിരുത്തി. ഉച്ച സമയത്ത് ഞാൻ അനീഷ് സാറിനോട് ഓപ്പൺ ആയിട്ട് പോയി ചോദിച്ചു, സാറേ 2,10,000 കിട്ടുന്നത് തള്ളാൻ ഭയങ്കര സുഖമാണ്, തെളിവുള്ളതുണ്ടോ? അദ്ദേഹം 2,10,000 പ്രൂഫ് എനിക്ക് കാണിച്ചു തന്നു. 2016 സെപ്റ്റംബർ 23 മുതലേ MI ലൈഫ് എന്ന് പറഞ്ഞ കമ്പനി കൂടെ ആഴ്ച 2,10,000 അദ്ദേഹത്തിന് കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോ കിട്ടുമെന്ന് മനസ്സിലായി. എന്നാൽ എനിക്ക് കിട്ടുമെന്ന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത ചോദ്യം ചോദിച്ചു, 2,000 രൂപ കിട്ടാൻ ഞാനിപ്പോ എന്താ ചെയ്യണ്ടോ? 2,000 കിട്ടിയാൽ എന്റെ പ്രശ്നം ചെയ്യാം അയച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ട്രെയിനിങ്ങിൽ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ട്രെയിനിങ്ങിൽ പറഞ്ഞ പോലെ ചെയ്യാം. ട്രെയിനിങ്ങിൽ പറഞ്ഞ 3 കാര്യങ്ങളാണ് എന്നെ ഈ ബിസിനസ്സിൽ ഉറപ്പിച്ചു നിർത്തിയത്. ഒന്നാമത്തെ കാര്യം, ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിതശൈലി രോഗങ്ങള്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, ക്യാൻസർ കൂടിക്കൊണ്ടിരിക്കുന്നു, ആർട്ടോ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡാണ്. ഇത് നമുക്ക് ആർക്കും മാറ്റാൻ താല്പര്യമില്ല. അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ട് വെൽനസ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കണം. വെൽനസ് പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ. രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയ കാര്യം, അദ്ദേഹം എന്നോട് പറഞ്ഞത്, ലോകത്ത് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെല്ലാം ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച ആമസോണും ഫ്ലിപ്കാർട്ടും ഈബേയും സ്നാപ്ഡീലും ഓയോയൊക്കെ കൂടി ലേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഉപയോഗിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയാ. ആ ടെക്നോളജി ഉപയോഗിച്ച് മൈ ലൈഫ് ചെയ്യുന്നുണ്ട്. മൈ ലൈഫിന് കോടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അതുകൊണ്ട് തീരുമാനിച്ചു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, ലോകത്ത് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെല്ലാം അവരുടെ വർക്കിംഗ് അവരെ കൂട്ടിയിട്ട ഒറ്റയ്ക്ക് പണിയെടുത്തത് കോടി ആർക്കും കിട്ടിയിട്ടില്ല. ഒറ്റയ്ക്ക് പണിയെടുത്തത് കോടി കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നവര് പൊട്ടന്മാരാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പൊട്ടനാവാൻ തയ്യാറില്ലാത്തത് കൊണ്ട് ടീമായിട്ട് പണിയെടുത്താൽ മൈ ലൈഫിലൂടെ മൈ ലൈഫ് ബിസിനസ് സീരിയസ് ആയി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം 10 ഡിസ്ട്രിബ്യൂട്ടർമാർ വരും. അത് 1000 ഡിസ്ട്രിബ്യൂട്ടർമാരും 10,000 ഡിസ്ട്രിബ്യൂട്ടർമാരൊക്കെ ആയിട്ട് വരുമ്പോ അവർ വർക്കിംഗ് അവരൊക്കെ നിങ്ങളുടെ വർക്കിംഗ് അവരായിട്ട് കൂട്ടാൻ പറ്റും. ഈ 3 കാര്യം കൂടി കേട്ടപ്പോ ഞാൻ ഈ ബിസിനസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 3 ആഴ്ച ചെയ്തപ്പോ ആദ്യത്തെ ഇൻകം 1,323 രൂപയാ ഫസ്റ്റ് ഇൻകം എന്റെ അക്കൗണ്ടിൽ വന്നു. ഇത് കണ്ടപ്പോ കൂട്ടുകാരാണ് വീട്ടുകാരാണൊക്കെ പറഞ്ഞു 1,323 കിട്ടി, അടിപൊളി ബിസിനസ്, നന്നായിട്ട് ചെയ്യാം. അപ്പൊ കൂട്ടുകാർ പറഞ്ഞു, ആദ്യം കിട്ടും പിന്നെ കമ്പനി കിട്ടും. അവിടെ പോസിറ്റീവ് ഇല്ല. കിട്ടിയത് എനിക്കായിരുന്നു വിശ്വാസം കൂടി. ആദ്യത്തെ 7 മാസം പാർട്ട് ടൈം ആയിട്ട് ചെയ്തു. 7ാമത്തെ മാസമായി ആഴ്ച 7,000 രൂപ കിട്ടിയപ്പോ ജോബ് റിസൈൻ ചെയ്തു. നിങ്ങളെ കൈയടിക്കും, നാട്ടുകാർ കൈയടിച്ചില്ല. നിങ്ങളെ കൈയടിക്കുള്ളൂ. മൈലേഷിൽ അറിയുന്നവർ കൈയടിക്കും, എല്ലാത്തിനും അടിക്കൊന്നുമില്ല. നാട്ടുകാർ വീട്ടിൽ സെക്രട്ടറി അത് കൂടിയതാ പോകുന്നത്. പണ്ട് ചെറുതായിട്ട് എടുക്കാത്തുള്ളൂ. നല്ല പഠിച്ചുള്ള പണിയൊക്കെ കളഞ്ഞ് അന്വേഷിച്ചൊന്നും വിൽക്കാൻ പോവാ. എന്തായാലും ഇവരിങ്ങനെ കളിയാക്കിയപ്പോ 2017 ജൂലൈ മാസം 7-ാം തീയതി ആദ്യത്തെ കാർ ഞാൻ ഈ കമ്പനി കൂടെ വാങ്ങിച്ചു. ആ കാലത്ത് എക്കോട്ടും മടക്കോട്ടും 18 എവിടെയൊക്കെ ഓടിക്കാൻ പറ്റുമോ അവിടെ ഓടിച്ചപ്പോ പയ്യെ വരുമാനം കൂടി. ആഴ്ച 20,000 50,000 ഒക്കെ ആയ സമയത്ത് എനിക്ക് തീരുമാനം എടുക്കേണ്ടി വന്നു. നേരിട്ടുള്ള വീട് ശരിയല്ലല്ലോ, വീടൊന്ന് പണിയണം. അങ്ങനെ 2020 സെപ്റ്റംബർ 13-ാം തീയതി 2000 സ്ക്വയർ ഫീറ്റിന്റെ വീട് മൈലേഴ്സിനോട് കിട്ടിയ കാശുകൊണ്ട് ഞാൻ വെച്ചു. എനിക്ക് വീട് വെച്ചാൽ മാത്രം പോലെ എന്റെ കൂടെ കുറേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരും എന്നെ കണ്ടിട്ടാ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്റെ
കൂടെ ആദ്യം തുടങ്ങി 20 പേര് ഇന്ന് സ്വന്തം കാർ ഉപയോഗിക്കുന്നു. നിങ്ങളൊരു സീറോ ആയിക്കോട്ടെ, ഹീറോ ആവാൻ തയ്യാറെടുപ്പ് നടത്തിയാൽ മതി. ഈ ഓപ്പർച്യൂണിറ്റി അത്രയും മനോഹരമായ ഓപ്പർച്യൂണിറ്റിയാണ്. എങ്ങനെ ഒറ്റയ്ക്ക് തുടങ്ങിയ ബിസിനസ് ഇന്ന് 10,000-ന് പുറത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എനിക്കുന്നുണ്ട്. ഇത്രയും മഹത്തായ ഓപ്പർച്യൂണിറ്റി, അവസരമാണ് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റി എപ്പോഴും ബസ് പോലെയാണ്. ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കും, നമ്മളും സ്റ്റോപ്പിൽ നിൽക്കും. നമ്മൾ കയറിയാലും കയറിയാലും ബസ് പോകും. നിങ്ങളെ കയറിയില്ലെങ്കിലും 2025, 2026 കഴിഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കും. ഈ പണി ചെയ്യുന്നവൻ കോടികൾ ചെയ്യും. ആ സമയത്ത് ആസ്മയുടെ കുടി വാങ്ങിച്ച് കഴിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞു വന്നതിന്റെ അർത്ഥം അന്ന് ഞാൻ കേട്ടതാ. അന്ന് അവന്റെ കൂടെ നിന്റെ നാട്ടിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് ഞാൻ നന്നായി പറഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. മറ്റേ ഇത്തരം സിനിമയിലെ സോമൻ പറഞ്ഞ പോലെ ഉറക്കെ പറഞ്ഞിരുന്നെങ്കിൽ, ഒച്ച വെച്ചെങ്കിൽ ഒന്ന് അത് ഇനി ഒച്ച വെക്കാൻ ആരും ഉണ്ടാവില്ല. ഇവിടെ ഒച്ച വെച്ചോണ്ടിരിക്കുക പലരും. വേണമെങ്കിൽ ചെയ്തോളെ, വിളിച്ചോണ്ട് വന്നവരെ ഇവരെ ചെയ്തില്ലെങ്കിൽ ഒരു ചുക്കും വരാൻ പോലില്ല. കാരണം ഞാൻ ഈ ബിസിനസ്സിൽ കൊണ്ടുവരുമ്പോ 2 ബ്രാഞ്ചിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 2 ബ്രാഞ്ചിന് വരാനല്ലേ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഈ 2 ബ്രാഞ്ചിലെ ഞാനില്ല ഇവർ 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ 2 തെരഞ്ഞെടുക്കാൻ ഒരു പാടില്ല. ചിലർക്ക് മസിൽ വെച്ചില്ല. ഞാൻ വന്ന് തമ്മിൽ കാശ നിങ്ങൾ വന്നിട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കൂടെ നിന്ന് കൊടുത്താ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കി തന്നിട്ടാ മറ്റോ കാശ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? കൂടെ വന്നവനെ വിജയിപ്പിച്ചുകൊണ്ട് വിജയിക്കുന്ന ബിസിനസ് മനസ്സിലാക്കുക, ശക്തമായിട്ട് ചെയ്യുക. എല്ലാ വിദ്യാഭ്യാസം നിർത്തുന്നു.